സൺഡേ സ്കൂളിൻ്റെ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്ററായിരിക്കുന്ന ശ്രീ രാജ് ഫിലിപ്പ് ഇപ്പോൾ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കും. സെന്റ് തോമസ് സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്ററായിരിക്കുന്ന വട്ടമലയിൽ VM ചാക്കോ ഇപ്പോൾ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കും. സെന്റ് ജോർജ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെക്രട്ടറി PJ അലക്സാണ്ടർ ഇപ്പോൾ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കും. ബാലസമാജം കുറിച്ചി ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിച്ച പ്രിയപ്പെട്ട ജോയ് സാറിന് ബാലസമാജത്തിൻ്റെ പ്രവർത്തകയായ മിനിമോൾ സജി ഇപ്പോൾ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കും. ബാലസമാജം കോട്ടയം ഭദ്രാസനത്തിന് വേണ്ടിയും ഇപ്പോൾ പൂക്കൾ സമർപ്പിക്കും. പ്രിയപ്പെട്ട ജോയ് സാറ് OVBSൻ്റെ സജീവ പ്രവർത്തകനാകുന്നു. OVBSന് വേണ്ടി ബിനു എബ്രഹാം ഇപ്പോൾ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കുന്നു. കുഴിമറ്റ സെന്റ് ജോർജ് ദേവാലയത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി റോഷൻ കുരുവിള ഇപ്പോൾ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജോയ് സാറ് കഴിഞ്ഞ ജൂൺ മാസം വരെയും സൺഡേ സ്കൂള് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെയാണ് സാറ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സൺഡേ സ്കൂളിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രതിനിധിയായി ഇപ്പോൾ മൃതശരീരത്തിൽ കുട്ടികൾ ചേർന്ന് പൂക്കൾ സമർപ്പിക്കുന്നു. സെന്റ് ജോർജ് സൺഡേ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട ജോയ് സാറിൻ്റെ വാത്സല്യനിധികളായിരുന്നു. കുട്ടികൾ 2 ലൈനായിട്ട് മുൻപോട്ട് കടന്നു വന്ന് പ്രിയപ്പെട്ട ജോയ് സാറിൻ്റെ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കുന്ന അനുശോചന സമ്മേളനം ആരംഭിക്കുകയാണ്. സൺഡേ സ്കൂൾ കോട്ടയം ഭദ്രാസനത്തിന് വേണ്ടി ശ്രീ ജേക്കബ് എബ്രഹാം ഇപ്പം മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കും. അനുശോചന സമ്മേളനം ആരംഭിക്കുകയാണ്. സെന്റ് ജോർജ് സൺഡേ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരിക്കുന്ന ശ്രീ അജിത് മാത്യു ഇപ്പോൾ അനുശോചന വാക്കുകൾ നമ്മോട് അറിയിക്കും. അനേകരെ ആത്മീയ പാതയിൽ വഴി നടത്തുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത വന്യ ഗുരുവാണ് ബഹുമാനപ്പെട്ട ജോയ് സാറ്. 50-ൽ പരം വർഷങ്ങൾ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ വളരെ വിരളമാണ്. ജോയ് സാറിന് ആ ഭാഗ്യവും ലഭിച്ചു. ഏതാണ്ട് ഈ അടുത്ത 1 മാസം മുമ്പ് വരെയും ശാരീരിക അവശതകളൊക്കെ ഉണ്ടായിട്ടും ജോയ് സാർ സൺഡേ സ്കൂളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. 1962 അധ്യാപകനായും 1977 ഹെഡ്മാസ്റ്ററായും പിന്നീട് 2 തവണകളായിട്ട് കുറിച്ചി ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറായിട്ടും 6 വർഷം, കൂടാതെ ബാലസമാജം കുറിച്ചി ഡിസ്ട്രിക്റ്റിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും OVBSൻ്റെ സൂപ്രണ്ടായും നിരവധി തവണ ജോയ് സാറ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ, സൺഡേ സ്കൂൾ കുട്ടികൾ ദിവസത്തിൽ 2 നേരമെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ജോയ് സാറ് കുട്ടികളെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, ജോയ് സാർ കുറിച്ചി ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ആയിരുന്നപ്പോഴാണ് മലങ്കരയിൽ തന്നെ ആദ്യമായി
സൺഡേ സ്കൂളിൽ ഡിസ്ട്രിക്ട് തലത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മത്സര പരീക്ഷ നടത്തുകയുണ്ടായി. 1992 ജോയ് സാറ് ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് സൺഡേ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി വളരെ കെങ്കേമമായി ആഘോഷിച്ചത്. ജൂബിലി സ്മാരകമായി പണിത ഓഫീസ് കെട്ടിടത്തിലാണ് ഇന്നും സൺഡേ സ്കൂൾ പ്രവർത്തിക്കുന്നത്. കുട്ടികളെ മത്സരങ്ങൾക്ക് കൊണ്ടുപോകുന്നതിനും അതൊരു പക്ഷേ നടന്നായിരിക്കാം, അല്ലെങ്കിൽ ലൈൻ ബസ്സിൽ കയറിയായിരിക്കും അടുത്ത പള്ളികളിലേക്ക് പോകുന്നത്. അവിടെയും ജോയ് സാറ് തൻ്റെ ആ കൃത്യതയും വളരെ കാത്തു സൂക്ഷിച്ചിരുന്നു. സൺഡേ സ്കൂളിൻ്റെ ഫണ്ട് ചെലവഴിക്കുന്നതിലുള്ള സൂക്ഷ്മതയും കൃത്യതയും അക്കാര്യത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അനേക വർഷം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ജോയ് സാറിൻ്റെ സേവനങ്ങൾ നിസ്തുലങ്ങളാണ്. സമയപരിമിതി മൂലം കൂടുതൽ വിവരിക്കുന്നതിന് എനിക്ക് സാധിക്കുന്നില്ല. ജോയ് സാറ് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകിച്ചും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടിയും ദൈവത്തോട് അപേക്ഷിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ജോയ് സാറിൻ്റെ എല്ലാ സേവനങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. കുഴിമറ്റം സെന്റ് ജോർജ് ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയും മങ്ങാട്ടയം സൺഡേ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനുമായ ശ്രീ സോജി കെ സ്കറിയ ഇപ്പോൾ അനുശോചന വാക്കുകൾ അറിയിക്കും. ഏൽപ്പിക്കുന്ന ഓരോ കർത്തവ്യവും ദൈവസന്നിധിയിൽ തികച്ചും പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ട് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നുള്ള പദവി ആയാലും ശരി, ഇൻസ്പെക്ടർ എന്നുള്ള പദവി ആയാലും ശരി, ബാലസമാജം കോർഡിനേറ്റർ ആണെങ്കിലും നമ്മുടെ OVBSൻ്റെ സൂപ്രണ്ട് സ്ഥാനം ഏതാണെങ്കിലും ശരി, ജോയ് സാറിനെ ഏൽപ്പിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും കൃത്യതയോടെ ചെയ്യുന്നത് ജോയ് സാറിൻ്റെ ഒരു നിർബന്ധം തന്നെയായിരുന്നു. പല കാര്യങ്ങളും മത്സരങ്ങളൊക്കെ ഉള്ളപ്പം തലേ ദിവസം ചിലപ്പം വിളിക്കും, ചില കാര്യങ്ങളൊക്കെ ഓരോ ഹെഡ് മാസ്റ്റർമാരെ ഏൽപ്പിക്കും, എന്നിട്ട് വിളിക്കും, അതൊക്കെ ശരിയായിട്ടുണ്ടോ, വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയണം എല്ലാം കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ഇത്രയൊക്കെ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടണോ എന്ന് പോലെ തോന്നിപ്പോവും. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നിരുന്ന ബഹുമാനപ്പെട്ട KS വർഗീസ് സാറ് അഥവാ നമ്മുടെ പ്രിയപ്പെട്ട ജോയ് സാറിൻ്റെ ദേഹവിയോഗത്തിൽ കുഴിമറ്റം പള്ളിയുടെയും മങ്ങാട്ടയം സെന്റ് തോമസ് സൺഡേ സ്കൂളിൻ്റെയും എൻ്റെയും വ്യക്തിപരമായിട്ടുള്ളതുമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ മുൻ ഭദ്രാസന ഡയറക്ടറും ജോയ് സാറിൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന പ്രിയപ്പെട്ട TV കുര്യൻ സാറ് ജോയ് സാറിനെ അനുസ്മരിക്കും. ബഹുമാന്യരായ വൈദ്യശാസ്ത്രി, ഏതാണ്ട് 50 വർഷത്തിലധികം ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം എനിക്കും ജോയ് സാറിനും ഇടയാക്കി തന്നു. ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അവസരങ്ങളിൽ സൺഡേ സ്കൂളിൻ്റെ ആയാലും OVBSൻ്റെ ആയാലും ഏത് കാര്യവും സാറിനെ ചുമതലപ്പെടുത്തിയാൽ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നതിൽ സാറിന് അതിയായ താല്പര്യമാണ്. ഞാൻ ഓർക്കുന്ന ഒരു സംഗതി, ഞാൻ ഡയറക്ടറായിരിക്കുന്ന സമയത്താണ് ഞാലാവഴിയിൽ PMG സെൻറ്റർ പണിതത്. അതിന് കോട്ടയം ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിൻ്റെതായ ഒരു വിഹിതം പിരിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ഡയറക്ടർ ജനറലായ ജോഷാച്ചൻ ആവശ്യപ്പെടുകയും അത് ഞങ്ങൾ ഏറ്റെടുത്ത് ഓരോ ഡിസ്ട്രിക്റ്റിലെയും പൊതുയോഗങ്ങളിൽ പോയി പങ്കെടുക്കും. സാറ് സെക്രട്ടറി അല്ലെങ്കിലും എൻ്റെ കൂടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വരികയും പണപ്പെരുവിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത് 5 ലക്ഷത്തോളം രൂപ
സംഭരിക്കുവാനായിട്ട് കടയാക്കിയ മുഖ്യ പ്രവർത്തകൻ ജോയ് സാറായിരുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെ താല്പര്യവും നിർദ്ദേശവും അഭിപ്രായവും വളരെ വിലപ്പെട്ടതായിരുന്നു. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ സമർപ്പിച്ചതായ ഈ പ്രണാമം എന്നാളും ഈ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജോയ് സാർ ചെയ്തതായ എല്ലാ സ്മരണയും ഉണർത്തിക്കൊണ്ടായിരുന്നു. ഈ സൺഡേ സ്കൂളിൽ എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം ചുരുക്കം കൊണ്ട് ഞാൻ മുമ്പോട്ട് അധികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാറിൻ്റെ പ്രാർത്ഥന ഞങ്ങളെല്ലാവരുടെ കൂടെയും വിശേഷിച്ച സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രണ്ട് പക്ഷമില്ല. സാറിൻ്റെ വിയോഗത്തിൽ എൻ്റെയും അതുപോലെ തന്നെ എൻ്റെ സൺഡേ സ്കൂളിലെയും ഈ OICCയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടറായിരിക്കുന്ന ശ്രീ ജോസഫ് അലക്സാണ്ടർ സാർ ഒരു വാക്ക് അനുശോചനം അറിയിക്കും. സൺഡേ സ്കൂളിൻ്റെ എംബ്ലത്തിൽ 3 കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. 1 ദൈവഭക്തി, 2 സഭാസ്നേഹം, 3 സേവന സന്നദ്ധത. ഇത് കുട്ടികൾക്ക് പ്രാപ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവഭക്തിയും സഭാസ്നേഹവും സേവന സന്നദ്ധതയുമുള്ള അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരും ഉണ്ടായിരിക്കണം. ഇത് 3 തികഞ്ഞ ഒരു ഉത്തമനായ സത്യസന്ധനായ വ്യക്തിയായിരുന്നു ഈ ജോയ് സാറ് എന്ന് എനിക്ക് പ്രസ്താവിക്കുവാൻ അതിയായ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ നടന്ന്, ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഓടി നടന്ന എല്ലാ സർക്കുലറുകളും കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്ത് ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചു. അദ്ദേഹം കുറിച്ചി ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടറായിട്ട് 6 വർഷവും എന്നോടൊപ്പം കുറിച്ചി ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് 3 വർഷവും സേവനമനുഷ്ഠിച്ചു. ഈ പ്രിയപ്പെട്ട സാറിൻ്റെ നിര്യാണത്തിൽ കോട്ടയം ഭദ്രാസനത്തിലെ ഹെഡ് മാസ്റ്റർമാരിൽ 90% ഈ ദേവാലയത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയും കോട്ടയം ഭദ്രാസനത്തിൻ്റെ നാമത്തിനുമുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം കോട്ടയം ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ മാനേജിംഗ് കമ്മിറ്റിയുടെയും അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. അനുശോചന സമ്മേളനം സമാപിച്ചിരിക്കുകയാണ്. ചരമ പ്രസംഗം നടത്തുവാനായിട്ടുള്ള സമയമാണ് ഇപ്പോൾ. പ്രിയപ്പെട്ട ജോയ് സാറിനോടൊപ്പം മലങ്കര സഭയിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജോഷുവാച്ചൻ ഇന്ന് ഇപ്പോൾ ഈ സംസ്കാര ശുശ്രൂഷയിൽ ഈ ദേവാലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ജോയ് സാറ് അനേക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ നിന്ന് അറിയുവാനായിട്ടിടയായിട്ടുണ്ട്. ആദരണീയനായ ഗുരുശ്രേഷ്ഠൻ പ്രിയപ്പെട്ട വന്യ TJ ജോഷുവാച്ചനെ ചരമ പ്രസംഗ ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. കർത്താവേ, നിന്നെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ അരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമിവൻ വലഭാഗത്തിൽ. സ്ത്രീയക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. വന്യ വൈദിക സഹോദരങ്ങളെ, ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും പ്രവർത്തകരും സഭാവിശ്വാസികളുമായ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ദുഃഖാർത്ഥയായ ഒരു സഹോദരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഞാൻ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്.
സ്വന്തം സഹോദരൻ നിര്യാതനായി തീർന്ന് ദിവസങ്ങൾ 1, 2, 3 കഴിഞ്ഞു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിരാശയുടെ നീർക്കയത്തിൽ കഴിയുന്ന സമയത്ത് അവിടെ എത്തിയ നമ്മുടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ സഹോദരിയോട് ചോദിക്കുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്നായിരുന്നു ചോദ്യം. ഉടൻ ഉത്തരവുണ്ടായി, ഉവ്വ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന്. എനിക്ക് ഇന്ന് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ആ ചോദ്യമാണ് ആദ്യമേ ഉന്നയിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? ഉവ്വ്, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെയുള്ള ഒരാൾക്ക് മരണമില്ലാത്ത ആ ഒരു ജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ ഓർക്കുവാനായിട്ടുള്ള വസ്തുതയാണ്. പ്രിയപ്പെട്ട ജോയ് സാറിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ ഉത്തമ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷ അർപ്പണബുദ്ധിയോടെ ആത്മാർത്ഥതയോടെ എങ്ങനെ നയിക്കാം അഥവാ എങ്ങനെ നയിക്കണം എന്ന് വെളിപ്പെടുത്തിയ ഒരു ഉത്തമ ക്രിസ്തീയ പ്രവർത്തകനാണ് ജോയ് സാർ. ഇന്നിവിടെ അനുശോചനം അറിയിച്ച സഹോദരങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നും ജനഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ത് എന്നും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇത്രയും വൈദികര് ഇവിടെ സന്നിഹിതരാകുന്നതിൻ്റെ കാരണം തന്നെ അദ്ദേഹത്തെ പറ്റി ജനങ്ങളുടെ ഹൃദയത്തിലും വൈദികരുടെ ഹൃദയത്തിലും ഉള്ളതായ ആ ഒരു വലിയ നല്ല ചിന്തകൾ, അത് ക്രിസ്തീയമായിരിക്കുന്ന മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു ഉത്തമ ക്രിസ്തീയ ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയും അഭിനന്ദനവും ആ കൃതജ്ഞതയുമാണ് ഇത്രയും പേരിവിടെ സന്നിഹിതരാകുവാൻ ഇടയായിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെയും അരോഗദൃഢഗാത്രനായ ഒരു പ്രവർത്തകൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പഠിക്കൽ കൂടി പലപ്പോഴും നടന്നു പോകുമ്പോൾ അവിടെ കാണാൻ ഞാൻ നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കും, അങ്ങനെ ഒരു അഭിവാദ്യം നടത്തും. ആ ഒരു ബന്ധമായിരുന്നു. മാത്രമല്ല സൺഡേ സ്കൂൾ സംബന്ധമായ ഏതൊരു കാര്യത്തിനും പലപ്പോഴും എൻ്റെ ഭവനത്തിൽ വന്ന് അതേപ്പറ്റി വിശദമായ ചർച്ചകൾ നടത്തുവാൻ അദ്ദേഹം സന്നദ്ധമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെപ്പറ്റി നേരിട്ട് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൺഡേ സ്കൂളിനു വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച ഏറ്റവും വിശിഷ്ടമായ സേവനം നടത്തിയ ഒരു ഉത്തമ വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? വരുവാനുള്ള തലമുറ കർത്താവിനെ അറിഞ്ഞും കർത്താവിൻ്റെ പ്രമാണങ്ങൾ പാലിച്ചും കർത്താവിൻ്റെ വഴിയിൽ ചരിച്ചും അവന് നല്ല സാക്ഷ്യം വഹിച്ചും ജീവിക്കണം എന്നുള്ള ആ മാർഗത്തിൽ അവരെ നയിക്കണം എന്നുള്ള ഉത്തമ ലക്ഷ്യമാണ് അദ്ദേഹത്തെ ഈ പ്രവർത്തനത്തിൽ ഇത്രമാത്രം ജാഗ്രതയോടെ അതുപോലെ സ്ഥിര ഉത്സാഹത്തോടെ നിലകൊള്ളുവാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രവർത്തനത്തിൽ. ഒന്ന്, കാര്യക്ഷമതയെപ്പറ്റി നാം ഇവിടെ കേൾക്കുകയുണ്ടായി. 2, സുതാര്യത, എല്ലാത്തിലും കൃത്യമായിരിക്കുന്ന ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒന്നാണ്. 3, മറ്റുള്ളവരുമായി നല്ല സഹകരണം. അത് എല്ലാ തലത്തിലും, ഇടവക തലത്തിൽ മാത്രമല്ല, ഡിസ്ട്രിക്ട് തലത്തിൽ മാത്രമല്ല, ഭദ്രാസനത്തിൻ്റെയും അതുപോലെ തന്നെ സഭ മുഴുവനായിട്ടും ഉള്ള തലങ്ങളിൽ നല്ല ബന്ധങ്ങൾ പുലർത്തുവാൻ സാധിക്കുന്ന ഒരു പ്രവർത്തകൻ. അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇന്ന് രാവിലെ കാതോലിക്ക ബാവ തിരുമേനി പോലും സന്ദർശിക്കുവാൻ ഇടയായത്. അതുപോലെ മറ്റെല്ലാ സഭയിലെ മേലധ്യക്ഷന്മാരോടും അതുപോലെ തന്നെ പ്രവർത്തകരോടും സഹപ്രവർത്തകരോടും നല്ല ബന്ധം പുലർത്തി ആ ക്രിസ്തീയമായിരിക്കുന്ന സാക്ഷ്യം നിലനിർത്തുവാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ പറ്റി ഞാൻ ഓർക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും
അധികമായി ഓർക്കുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത നിഷ്ഠയായിരുന്നു. അത് ഏതൊരു കാര്യത്തിലായിരുന്നാലും ഇന്ന് അതില്ലാതെ പോകുന്ന ഒരു തലമുറയിൽ എങ്ങനെയാണ് നിഷ്ഠാപൂർവമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കേണ്ടത് എന്ന് കാണിച്ചു തരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സാധിച്ചു. ഏതായിരുന്നാലും അർത്ഥപൂർണമായ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു, എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ആ നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തെ നല്ല സ്മരണകളോടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നു പോകുവാൻ സാധിച്ചതാണ് ജോയ് സാറിൻ്റെ വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. അത് അത്ര എളുപ്പമല്ല. പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔദ്യോഗികമായ സ്ഥാനങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല ഇത്തരത്തിലുള്ള നല്ല സ്മരണ നിലനിർത്തുക എന്ന് പറയുന്നത്. അത് ഉത്തമമായ ജീവിതവും ശ്രേഷ്ഠമായിരിക്കുന്ന പ്രവർത്തന ശൈലിയും മറ്റുള്ളവരെ ആദരിക്കുവാനും അതുപോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനത്തോടെ വർത്തിക്കുവാനും ഒക്കെയും ഉള്ള കഴിവ് മാത്രമാണ് ഈ തരത്തിൽ അദ്ദേഹത്തെ ഈ എല്ലാവരുടെയും ഓർമ്മയിൽ നല്ല സ്മരണ അവശേഷിപ്പിച്ചു പോകുവാൻ സാധിച്ചത്. ഇവിടെ നമ്മയും ഓർപ്പിക്കേണ്ട ഒന്നാണ്, ഞാൻ എൻ്റെ മരണശേഷം എങ്ങനെ അനുസ്മരിക്കപ്പെടും എന്നുള്ളത് ഗൗരവപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. പോകട്ടെ, നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അവിടെ നാം കേട്ടത് ബേഥാനിയയിലെ ലാസർ മരിച്ചു കഴിഞ്ഞ് അവരുടെ ഏറ്റവും ആ കുടുംബത്തെ അംഗങ്ങളെ ഒക്കെ സ്നേഹിച്ചവനായിരുന്നു കർത്താവ്. അവിടെ പറയുന്നുണ്ട്, മാർത്തയും മറിയയും ലാസറിനെയും കർത്താവ് സ്നേഹിച്ചു. എങ്കിലും കർത്താവ് സ്നേഹിച്ച കുടുംബത്തിൽ അവിടെ എന്തുണ്ടായി? രോഗമുണ്ടായി. ആ രോഗം മൂർച്ഛിച്ച് മരണവും സംഭവിച്ചു. ഇത് നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കും. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാൾക്ക് ക്യാൻസർ വന്നു? ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാളിൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ അത് നിലച്ചുപോയി എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരാവുന്ന ചിന്തകളാണ്. അപ്പോഴാണ് ഓർക്കുവാനായിട്ടുള്ളത്, കർത്താവ് സ്നേഹിച്ച, കർത്താവിന് ആതിഥ്യം നൽകിയ, കർത്താവ് വളരെ അധികമായി പ്രിയപ്പെട്ട കുടുംബത്തില് രോഗവും, അത് മാരകമായ രോഗം എന്തെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ജോയ് സാറിന് ഒരു മാരകമായ രോഗമായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കാണുമായിരുന്നു. എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, രോഗവും തുടർന്ന് മരണവും സംഭവിച്ചു. അപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, അവിടേക്ക് കർത്താവ് കടന്നു വരുന്നു എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. വിഷമത്തിലും ദുഃഖത്തിലും ഇരിക്കുന്നവർക്ക് സാന്ത്വനം നൽകുവാൻ, പ്രത്യാശയുടെ ചിന്തകൾ അവരുടെ മനസ്സിൽ ഉയർത്തുവാൻ അവിടേക്ക് കർത്താവ് കടന്നു വരുന്നു. കടന്നു വന്നിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞിട്ട്, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. കാരണം ആ വിശ്വാസത്തിലേക്ക് അവളെ കൊണ്ടുവരിക, മാർത്തയെ കൊണ്ടുവരിക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു വലിയ ആവശ്യമായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു വലിയ പ്രത്യാശ വേണം. ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ദർശനങ്ങൾക്ക് അനുസരണമായി ജീവിക്കുവാൻ ശ്രമിച്ചുകൊണ്ട്, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിച്ച് താൻ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ്. എന്താ ദൗത്യം? എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന്. അത് പത്രോസ് നൽകിയ ദൗത്യമെങ്കിലും സഭയ്ക്ക് മുഴുവനായി നൽകിയ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുക്കുവാൻ ജോയ് സാറിനാണ് ഏറ്റവും താല്പര്യമുണ്ടായത്. എൻ്റെ കുഞ്ഞാടുകളെ, കർത്താവിൻ്റെ കുഞ്ഞാടുകളെ പറ്റിയുള്ള ഒരു ഭാരം, അവരെ കർത്താവിൻ്റെ പാതയിൽ നയിക്കുവാൻ, കർത്താവിൻ്റെ ആ ചിന്തയിൽ അനുഭവത്തിലേക്ക് വരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുത്തു. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ ഒരു ദൗത്യം ഏറ്റെടുത്ത് അത് ഏറ്റവും വിശ്വസ്തയോടെ, അത് രോഗം ബാധിച്ച അവസ്ഥയിൽ പോലും ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ പൂർണ്ണമായി നിർവഹിക്കുവാൻ സാധിച്ചു എന്നുള്ളത്
വളരെ ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ ഓർക്കുവാനുള്ള ഒന്നാണ്. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒന്നാണ്. നാം ഏൽക്കുന്ന ചുമതല അർപ്പണബോധത്തോടും വിശ്വസ്തയോടും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ജോയ് സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് എന്ത് ജോലിയുമാവട്ടെ, എന്ത് ചുമതലയുമാവട്ടെ, വൈദികൻ്റെതാകട്ടെ, മെത്രാപ്പോലീത്തായുടേതാകട്ടെ, ആരുടെ ദൗത്യമായിരുന്നാലും നമ്മൾ ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ, അർപ്പണബോധത്തോടെ, അന്ത്യത്തോളം അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ കഴിയണം എന്നുള്ള ഒരു വലിയ സന്ദേശം ജോയ് സാറ് തൻ്റെ ജീവിതത്തിൽ കൂടി ഇപ്പോൾ നിശബ്ദമായി നമ്മുടെ നടുവിൽ തൻ്റെ ആ ഭൗതിക ശരീരം മാത്രം എങ്കിലും ആത്മാവിൽ നമ്മോടൊപ്പമുണ്ട്, നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പോകട്ടെ, ഞാൻ ഓർക്കുന്ന ഒരു വസ്തുത, ഇത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ട്. മരണത്തെപ്പറ്റിയും മരണത്തിന് അപ്പുറമുള്ളതിനെ പറ്റിയും നമുക്ക് പലപ്പോഴും മനസ്സിൽ സംശയങ്ങൾ വരാവുന്ന ഒന്നാണ്. കെന്നത്ത് എന്ന് പറയുന്ന ഒരു ബാലൻ, അവന് ക്യാൻസർ ആയിരുന്നു. അത് വളരെ മൂർച്ഛിച്ചു. അവൻ വളരെ അവശനായി. അവൻ്റെ വീട്ടിൽ ഇങ്ങനെ രോഗിയായി ദിവസങ്ങൾ എണ്ണി കഴിയുമ്പോൾ ധാരാളം ആളുകൾ കാണാൻ വരും. ഓമനത്വമുള്ള ബാലൻ. അവനെ നോക്കിക്കൊണ്ട് ചിലർ കണ്ണീരൊഴുക്കും. അയ്യോ, ഈ കുഞ്ഞിന് ഇത്ര പെട്ടെന്ന് ഈ ചെറുപ്പത്തിൽ ഈ വിധത്തിലുള്ള ഒരു ദുരന്തം എത്തുവാൻ ഇടയായല്ലോ എന്ന് ഓർത്ത് പലരും. അപ്പോൾ ചിലരൊക്കെ പതുക്കെ പറയുന്നുണ്ട്, അധികം നാളില്ല, മരിച്ചു പോകും. മരണത്തെ പറ്റിയുള്ള വാക്കുകളൊക്കെ അവൻ്റെ ചെവിയിൽ എത്തി. അങ്ങനെ അവൻ കഴിയുമ്പോൾ മറ്റാരുമില്ലാത്തൊരു അവസരത്തിൽ അവൻ്റെ അമ്മ മാത്രം, സ്നേഹനിധിയായ അമ്മ മാത്രം അടുക്കലുള്ളപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ മരിക്കുന്നത് എങ്ങനെയാണ്? അതിന് വേദനയുള്ളതാണോ? ആ കൊച്ചു കുഞ്ഞിൻ്റെ മകൻ്റെ ആ ചോദ്യമാണ്. അമ്മ, മരിക്കുന്നത്, ഈ മരണത്തെപ്പറ്റി അവിടെ നിൽക്കുന്നവരുടെ സംഭാഷണത്തിൽ നിന്ന് അവൻ കേട്ട് മനസ്സിലാക്കിയ ഒരു ചിന്ത, ആശയമാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യമാണ്, മരിക്കുന്നത് എങ്ങനെയാണ്? അത് വേദനയുള്ളതാണോ? ഞാൻ പറയാം, ഏത് വേദശാസ്ത്രജ്ഞനാണ് അതിനെ ശരിയായി നിർവചിക്കുവാൻ കഴിയുക? എത്ര PhDയും പൂച്ചെടിയും എടുത്തിരുന്നാലും അതിനെപ്പറ്റി വ്യക്തമായ ആ കുഞ്ഞിന് മനസ്സിലാകത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണ്. ഈ അമ്മയ്ക്കത് കേട്ടപ്പോഴേക്ക് നെഞ്ചിടിക്കുന്നത് പോലെ, നെഞ്ചു പൊട്ടുന്നത് പോലെ ഒരു ചിന്ത. സ്വന്തം മകൻ, അവൻ മരണത്തെക്കുറിച്ചാണ് ഇപ്പം ചിന്തിക്കുന്നത്. അവൾക്കൊന്നും പറയാൻ കഴിയാതെ അവർ വേഗത്തിൽ മുഖം ഇങ്ങനെ കണ്ണു തുളച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയി അവരുടെ ആ ഷെൽഫിൽ ചാരി കുറച്ചു നേരം നിന്ന് കരഞ്ഞു. കർത്താവേ, ഞാൻ എന്താ ഉത്തരം എൻ്റെ മകന് കൊടുക്കേണ്ടത്? ഞാൻ അവനോട് എന്താ പറയേണ്ടത് എന്ന് വളരെ ഉൾത്താപത്തോടെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർക്ക് അപ്പോഴെന്തോ ഒരു ധൈര്യം കിട്ടി. അതാണ് പ്രാർത്ഥനയുടെ വലിയ ഫലമെന്ന് പറയുന്നത്. ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. തക്ക സമയത്ത് അതിന് വേണ്ടതായിരിക്കുന്ന ഒരു സന്ദേശം ദൈവം നമുക്ക് തരും. അത് നമ്മളെയൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളത് നമുക്കൊക്കെ ഓർക്കാവുന്ന ഒരു വസ്തുതയാണ്. ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഉത്തരം ലഭിക്കുമെന്നുള്ളത്. ആ അമ്മ ധൈര്യം പ്രാപിച്ച് മകൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. മകൻ്റെ അടുക്കൽ വന്നിട്ട്, മോനെ, നീ കുറെ കൂടെ കൊച്ചായിരുന്നപ്പോൾ നീ ഓർക്കുന്നുണ്ടോ? നീ തുള്ളിച്ചാടി കളിച്ച് ഇവിടെയൊക്കെ പകലൊക്കെ നടക്കും. വളരെ ക്ഷീണിച്ച് ആകെപ്പാടെ തളർന്ന് നീ വരുമ്പോൾ നീ ചെന്ന് കുറേ വെള്ളമെടുത്തങ്ങ് കുടിക്കും. അത് കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും അടുക്കളയിൽ കയറി ഒന്ന് ഞുകുള്ളി പറിച്ച് തിന്നും. എന്നിട്ട് പിന്നെ നീ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാമെന്ന് ഓർക്കുന്നുണ്ടോ? നീ അമ്മയുടെ കട്ടിലയിലോട്ട് പോയി അങ്ങ് കിടക്കുന്നതാണ്. പെട്ടെന്ന് നീ അങ്ങ് ഉറങ്ങും. ആ വേഷം പോലും മാറാതെ നീ അവിടെ കിടന്ന് ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ നീ ഉണർന്നു വരുമ്പോൾ നിന്റെ മുറിയിൽ നിന്ന്, നിന്റെ കട്ടിലിൽ നിന്ന്, നിന്റെ കിടക്കയിൽ നിന്നാണ് നീ എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ നീ വിചാരിക്കും, ഞാൻ ഉറങ്ങിയത് അമ്മയുടെ കട്ടിലിലാണ്, പക്ഷെ ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് വരുന്നത് എൻ്റെ സ്വന്തം മുറിയിൽ നിന്ന്, എൻ്റെ സ്വന്തം കിടക്കയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നു. ഇതെങ്ങനെയാണെന്ന് മോൻ ഓർക്കുന്നുണ്ടോ? അവൻ ഉടനെ പറഞ്ഞു, ഉവ്വ് പപ്പ. പപ്പായുടെ കയ്യിൽ എന്നെ കോരി എടുത്തും കൊണ്ട് ഇവിടെ വന്ന് ഈ മുറിയിൽ കിടത്തുകയാണ്.
അങ്ങനെയാ ഞാൻ എൻ്റെ മുറിയിൽ വരുന്നത്. മോനെ, അതുപോലെയാണ് മരണം. അതായത് നിനക്കൊരു സ്വന്തം മുറി അവിടെ ഉണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ നീ ചേർത്തുകൊള്ളും. ആ സ്ഥലത്തെ പറ്റി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടില്ല. അതുല്യമായ നിസ്തുലമായ ഒരു മന്ദിര, ഒരു ഭവനമാണിത്. ആ ഭവനത്തിലേക്ക് ആ തൃക്കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അവരുടെ സ്വന്തം മുറിയിൽ എത്തിക്കുന്ന അനുഭവം പോലും അറിയാമല്ലോ. ഇത് തന്നെയാ മരണം. നമ്മുടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ കരങ്ങളിൽ വഹിച്ച് അവരുടെ ശാശ്വത ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ്. ഈ ഉണർന്ന് വരുമ്പോൾ എവിടെ നിന്നാ? നിന്റെ സ്വന്തം ഭവനത്തിലാണ് നീ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ കുഞ്ഞിന് പിന്നീട് സംശയം ഒന്നും ഉണ്ടായില്ല. വേദശാസ്ത്രജ്ഞന്മാർക്ക് നിർവചിക്കുവാനോ അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുവാനോ കഴിയാത്ത ഒന്ന് വളരെ ലളിതമായ ഭാഷയിൽ ആ വീട്ടമ്മ പറഞ്ഞു കൊടുത്തുകൊണ്ട് മരണത്തെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള പ്രത്യാശ നൽകുന്ന ചിന്ത ആ മകന് നൽകുകയായിരുന്നു. ഞാനിവിടെ ഓർക്കുന്നത്, പ്രിയപ്പെട്ട ജോയ് സാറ് ഉറങ്ങുകയാണ്, നിദ്ര കൊള്ളുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. മരിച്ചുപോയി നമ്മൾ എഴുതാറില്ല. നിദ്ര പ്രാപിച്ചു, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അത് ഉറക്കമാണ്, നിദ്ര ഉറക്കമാണ്, ഒരു ഉറക്കമാണ്. ആ ഉറക്കത്തിൽ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മകനെ തൻ്റെ നിത്യഭവനത്തിലേക്ക്, ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ ഉണരുമ്പോൾ അവരെ പിന്നെ കാണുന്നത് തൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന സന്തോഷകരമായ അനുഭവമായിരിക്കും എന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ജീവിച്ചിരുന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് കർത്താവിനുള്ള വിശ്വാസവും കർത്താവിനോടുള്ള ബന്ധവും സജീവമായി പുലർത്തി നല്ല സാക്ഷ്യം വഹിച്ച് അങ്ങനെയുള്ള ഒരാൾക്ക് മരണമില്ല എന്നും നേരെ മറിച്ച് അവരെ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നു എന്നുമുള്ളതാണ് ഈ മരണത്തെക്കുറിച്ച് എനിക്ക് ഓർക്കുവാനായിട്ടുള്ളത്. നാം പലപ്പോഴും ഭയപ്പെടുന്ന ഒന്നാണ് മരണം എന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ വാക്ക് ഉച്ചരിക്കുവാൻ തന്നെ പ്രയാസമാണ്. അതുപോലെ ഭയപ്പെടുന്ന ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം. ആ പേര് പറയില്ല. എന്നെ പലരും പല സമ്മേളനങ്ങളും പരിചയപ്പെടുത്തുന്ന സമയത്ത് ഈ അച്ഛന് മാരകമായ ഒരു രോഗം ബാധിച്ചിരുന്നു, ഒന്നല്ല 2 പ്രാവശ്യം ആ രോഗം ബാധിച്ച ഒരു അച്ഛനാണ്. ദൈവം അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തു എന്നേ പറയുള്ളൂ. ആ രോഗത്തിൻ്റെ പേര് ആരും പറയില്ല. എന്താ പറയാത്തതിന് കാരണം? അത് അത്രമാത്രം മാരകമായിട്ടുള്ളത്, അത്രമാത്രം ദുസ്സഹമായിട്ടുള്ളത്. അത് കേട്ട് കഴിയുമ്പോൾ ഈ അച്ഛനെന്തോ തോന്നുമെന്നുള്ളത് മറ്റുള്ളവർക്ക് ഞെട്ടലുണ്ടാകുന്നു. അതുകൊണ്ട് മാരകമായ രോഗം. ഞാൻ പ്രിയപ്പെട്ട മകനോട് ചോദിച്ചു, മോനെ എന്തായിരുന്നു അസുഖമെന്ന്? ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞു ക്യാൻസർ ആയിരുന്നു എന്ന്. ഇന്ന് നമുക്കറിയാം ഈ രോഗത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്ന്. പലരെയും അത് നേരത്തെ അങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ഒരു ഉപാധിയായി തീർന്നിരിക്കുന്നു. ചിലർക്ക് പിന്നെയും അത് ശുദ്ധീകരിച്ചുകൊണ്ട് അവരിവിടെ തുടരുവാൻ അവർക്ക് അവസരം കൊടുക്കുന്നു. എങ്കിലും ഈ രോഗം ബാധിച്ച് അധികം വേദന അനുഭവിക്കുവാനോ അധികം പ്രയാസപ്പെടുന്നതിനോ ഇടയാവാതെ തൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തുവാൻ, തൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് വരുന്ന ജീവിതത്തിൻ്റെ പ്രത്യാശാപൂർണമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് കടന്നു പോകുവാനുള്ള അവസരം കർത്താവ് ജോയ് സാറിന് കൊടുത്തു. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പെട്ടെന്നുള്ള മരണത്തിൽ. ഇപ്പോഴാ പ്രാർത്ഥനയൊന്നും ചൊല്ലാറില്ല, അറിയാനും പാടില്ല. പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം, വ്യാപ്തി അതാണ്. ഒന്ന് ഒരുങ്ങുവാൻ, ഈ ലോക ജീവിതത്തിൻ്റെ ആ ഏതെല്ലാം പരാജയങ്ങൾ, എന്തൊക്കെ കൃപകൾ ദൈവത്തിൽ അനുഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി ഒരു തിരിഞ്ഞു നോട്ടം നടത്തുവാൻ ഒക്കെയുള്ള അവസരം കിട്ടി ഈ സാറിന്. വലിയൊരു ഭാഗ്യമാണത്. അത് മാത്രമല്ല, ഇതിനപ്പുറമായുള്ളത് എന്ത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുവാനും താൻ മുറുകെ പിടിച്ചിരിക്കുന്ന മൂല്യങ്ങളും താൻ പഠിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങളും അനുസരിച്ച് നിരാശയിലേക്കോ
നിശബ്ദതയിലേക്കോ അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയിലേക്കോ അല്ല, നേരെ മറിച്ച് കർത്താവിനോട് ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള വിശ്വാസം ജോയ് സാറിനുണ്ടായിരുന്നു. കാരണം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു എന്ന്. ജഡത്തിലിരിക്കുന്ന എനിക്ക് നല്ലതാണ്, കാരണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. പക്ഷേ ജഡം വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ കഴിഞ്ഞാൽ അതും ഞാൻ ഏറെ കാക്ഷിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ ജോയ് സാറ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തി ഇനി വരുവാനുള്ള ലോകത്തിന്റെ പ്രത്യാശ നിറഞ്ഞ ചിന്തയിൽ അദ്ദേഹത്തെ ഓർക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു ഒരുങ്ങി ക്രിസ്തീയമായ അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കിക്കൊണ്ട് ക്രിസ്തീയമായ ഒരു അവസാനത്തിന് അന്ത്യത്തിന് ഉള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. നമുക്ക് നിറഞ്ഞ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നിറഞ്ഞ കൃതജ്ഞതയോടെ ഈ പ്രിയപ്പെട്ട മകനെ, ഈ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് യാത്ര അയക്കാം അദ്ദേഹത്തിന്റെ ശാശ്വത ഭവനത്തിലേക്ക്. ഞാനൊരു വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം കൂടി മാത്രം ഓർമ്മിപ്പിക്കുന്നു. അത് സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യമാണ്. ഞാൻ എപ്പോഴും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിർത്താറുള്ളത്. എന്താണ് ആ വാക്യം? ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്നുള്ള ഒരു ചിന്ത ഇന്നിതിൽ കൂടുന്ന ഈ സംസ്കാര ശുശ്രൂഷയിൽ ജോയ് സാറിന് യാത്ര അയക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയാണത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാളുകളെ എണ്ണുവാൻ. ഇന്നോ നാളെയോ എന്നോ ആർക്കും നിശ്ചയമൊന്നുമില്ല. അത് ആർക്കും നിശ്ചയമില്ലാത്ത ഒന്നാണ്. മറ്റതെല്ലാം ഉറപ്പുണ്ട്. എന്നാൽ ഇതിന് നിശ്ചയമില്ലാത്ത ഒന്ന്, ഡോക്ടേഴ്സിന് പോലും നിശ്ചയിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അങ്ങനെയുള്ള ഒന്ന് ജീവിച്ച് നമുക്കറിയാം. അതുകൊണ്ട് നാം നമ്മുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. ഞങ്ങളെ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം, ജ്ഞാനമുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നും കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. അഭിവന്ദനായ തിരുമേനി എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ സമാപന വാക്യം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ആ അനുഭവത്തിൽ ജീവിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയ് സാറിന്റെ ആത്മാവിന് ദൈവസന്നിധിയിൽ സമാധാനവും പ്രത്യാശയും ഞാൻ നേരുന്നു. ദുഃഖാസ്ഥരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ വേദാനിയായി എഴുന്നള്ളിയവനായ കർത്താവ് നിങ്ങൾക്കും പുനരുദ്ധാനത്തിൻ്റെയും ആ ഒരു വലിയ പ്രത്യാശയും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നിനായ ടി ജെ ജോഷുവ അച്ഛൻ്റെ ആശ്വാസ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസന അധിപൻ അഭിമന്യ യൂഹാനന്മാർ പോളികാർപ്പോസ് തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആകാശം ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാന്റെ നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാവുന്നു. ഉയരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക്
സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന വശീയ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും കരുണയും രോഗങ്ങളുടെ ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഇവരുടെ ലോകത്തിൽ യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഹമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രശ്നോട് എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. ആവോ റോഹോ കാദീശോ ഹോശം ബാക്കുല സുബാൻ പുകട്ടൻ പ്രാർത്ഥന തിരുമുമ്പിൽ ഇപ്പോൾ ഞാൻ വിസ്മൃതനായി. ഹല്ലേലൂയ. പാഴ്പാത്രം പോലായ ഞാൻ ആലോചിക്കുന്നതു കേട്ട് എന്നാത്മമെടുക്കാൻ അവരൊത്തു. ഹല്ലേലൂയ. നാഥ ശരണപ്പെട്ട നിന്നിൽ നീതാനൻ ദൈവം. ഹല്ലേലൂയ. നിൻ കയ്യിൽ താൻ കാലങ്ങൾ ബാരക്മോ കരുണാപൂർണ വിധിയേൽക്കരുതേ. നിന്നടിയാർ ജയമാർന്നോനാർ വിധി ചെയ്യല്ലേ. നീ അവരെ കർത്താവേ, അവരെ അൻപാൽ ജീവിപ്പിക്കണം. നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. സ്തോമൻകാലോ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പ്രബലതയും മാഞ്ഞുപോകാത്ത നല്ല ഔന്നത്യവും സദാ ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. ബാരക്മോർ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനവേദനിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തനിക്ക് അവിടുത്തെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിൻ്റെ ദിവസമത്രയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും സൗരഭ്യധൂപത്തോടുകൂടെ യോഗ്യമാകുന്നു. കുലഹൂൻ യൗമോ സോദഹായമീ. ആദ്യമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായിച്ചു കളയുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും
അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇനി ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമായിരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കൈ ഇവന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവൻ്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ നിന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ രചിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണയും എന്നിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ നിന്റെ ദാസനെ കോട്ടയും അനുയായിയും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവന് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മാനവദനായിരിക്കുന്നവർക്ക് മുഖപ്രസന്നം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മിശിഹായിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന് കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോട് എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻപോട്ട് എന്ത് പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആനന്ദമില്ലാത്തതായ നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സൂചിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ബാറക്മോർ ഹോശോ വബകൂലുസ്ബാൻ ലവൽ ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മരണം പ്രാപിച്ചഴകിപ്പോയോ ചെയ്ത സൃഷ്ടാവിനാജ്ഞാധ്വനിയുദ്ധാനമഹാദിവസേ മൃതരെ ഏറ്റിച്ചേർക്കും യോശാഫാത്തെന്ന സാനുസ്ഥാനത്തിൽ അരജനിരിക്കും ത്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്നെത്തിയിടും. നാഥ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദരല്ലോ. ബാറഖ്മോർ
കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുധുപമണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ദാസന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കൾ കഠിനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ദാസന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ഈ ദാസന്റെ ആത്മാവ് യാത്ര ചെയ്ത് നിരുവിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ ബാലോഹാൻ ലോൽ മീ മൃതരെ ഉയർപ്പിപ്പോൻ തൻ കൽപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. അവനാനന്ദത്തോടാർക്കും വന്നേ ഏറെ കൈക്കൊണ്ടിടുവിൻ കൽപ്പന കാത്തോർക്കായി മുൻപേ താതൻ കരുതിടുമാരാജ്യം. മാമോദീസാനിരിൽ നിന്നും മാശിഖാദൻ റൂഷ്മായേറ്റോരെ മൃതരെ വഴി നിങ്ങൾക്കുണ്ടാശിപ്പാൻ മൃതിലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പീൻ. ഉയിരോടെഴുന്നേൽക്കും നിങ്ങൾക്കേടെ ഏതും തീണ്ടിടാതെ കല്ലറയിന്നും പറുദീസ പൂകാൻ വാസരമാസന്നം ബാറക്കുമോ. ധന്യൻ പൗലോസ്ലിഹ കേട്ടേൻ മൃതരെയോർത്തിട്ടഴൽ നിങ്ങൾ കരുതൻ നാശിച്ചിടും വാനിൽ കാഹളനാദത്താൽ മൃതരെല്ലാരും എഴുന്നേൽക്കും. താൽക്കാലികമാമീഗാത്രം നിത്യതയെ പ്രാപിച്ചിടും തനുവെഴുന്നേൽക്കും. കേളില്ലാതുത്ഥാനത്തിൻ വന്നാളിൽ വർഷിക്കട്ടെ താതനയച്ചിട്ട ബാബേൽ തീച്ചുളയിൽ ബാലന്മാരിൽ വീട്ടിയ ജീവപ്പാനി നീരാമൃതിലോകത്താകുലമേറും ഭവനങ്ങളിൽ മരുന്നോരിൽ നിന്ന ഭയത്തിൽ നിദ്രിതരാം ദാസന്മാർതൻ പിഴ പോക്കിട്ടവകാശം നൽകിടണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. ശരണേ മൃദനാം ദാസനുത്ഥാനം നവ്യത നൽകട്ടെ. ഇതു മൃതിയിൻ ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടുദിവസം നാഥ നൽകണമാശ്വാസം. ഏവരും ഒരു പോലീ മൃതി നുകരണമെന്നാൽ യൗവനമൃതി കൈപ്പാൻ കഠിനതരം നാദാം നൽകണമാശ്വാസം. സകലമർത്തിടുമാമൃതി മുന്നറിവന്യേ സത്വരമെത്തുകയാൽ ഇവനുദ്ധാനത്തിൽ നൽകണമാശ്വാസം. സഹജൻ രക്ഷിക്കാ സ്നേഹിതനുതകീടാം ഏവം നിപിവചനം ക്രിയയാൽ നിറവേറി തുണനാഥ മുറ്റോർക്കായി കഷ്ടപ്പെടുവാനും
നാശകനാമൃതിയെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനും. നാവുകളിൽ നല്ല സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. ആദാം നിജമക്കൾ കേകിയ കാസം ആമൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്യുവാനാദാമിൻ ആത്മജരതുമുറയായി കൈമാറി. പരിശുദ്ധനായ പൗലോസ്ലീഹാം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാർക്കുമോർ. ശ്രീഹാരുടെ സ്തുതിയും നമ്മുടെ വേത്തന്റെ അനുഗ്രഹങ്ങളും നീക്കുണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടെ വരുമെന്നും ചോദിച്ചേക്കാം. ഭോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിൻ്റെയും വെറും മണി അത്രയും. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യൻ്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയയുടെ തേജസ് ഒന്ന്, ഭൗമികയുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, അസുരമായതിന് അനശ്വരത അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാനം കാഹളം ഊതുമ്പോൾ കണ്ണുമയ്ക്ക് നിദ്രാവേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹായ് ബാർക്കുമോ. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവനെ രക്ഷിക്കാ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ മോർ യൂഹാനോൻ സ്ലീഹായിൽ നിന്ന് അന്നേരം വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവരാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ
രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്തിവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുദമ്പരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചതിന് വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധിയും കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാവുന്നു. ശവക്കല്ലറയിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയനായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. ബാർക്കുമോർ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവവുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായതിൻ്റെ വ്യാപാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ക്രിസ്തായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോടും ഒന്നിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും വന്ദിനായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നായി ഏറ്റുചൊല്ലണം. ബാറിക്കുമോർ തന്റെ ദൈവീക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ സഹോദരനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗസേനകളുടെ സഹായം ഇവൻ അയച്ചു കൊടുക്കണമേ.
ഇതിന്റെ ദാസന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ഓയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് നിന്റെ ദാസനെ ആനയിക്കണമേ. അവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജനു വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പ്രകാരം കർത്താവേദാ തിരുവിഷ്ടം നിന്റെ ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവരും മൃതരെ അർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളിൽ നിന്നേൻ പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പി. പഴയ തന്നെ ദുഷ്ടന ശിക്ഷനെയും കൊണ്ടിഹ പോകും, മൃതിവച്ചോൻ ധന്യൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിൻ പരമതി കൂടം. എൻ കൃത്യങ്ങൾ ചിന്തിച്ചൊന്നേൻ സ്വീകൃതനാവാൻ എൻ പേർ കർദ്ധിപ്പി. എന്നേക്കും ശ്ലോമോ നൽകിടുവിൻ ഓർക്കിൻ പ്രിയരെ എന്റെ പ്രാർത്ഥനയിൽ. കഷ്ടം സാധാരണ കഷ്ടം നിങ്ങളുടെ ഭരണം മഷിഹാമായിക്കും. മിന്നലുകളുടെയോനാഗതനായിടും, മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. ശുഭകൊടുപോവിൻ വാതിലടച്ചിടുവിൻ, കർത്താവ് വരും വാതിൽ തുറന്നു തരും. മരണം മായും സൃഷ്ടാവിൻ ധ്വനിയാൽ മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. വേഗമുദിക്കും കർത്താവിൻ ദിവസം, മൃതരേൽക്കും സംസ്കൃതരെഴുന്നേൽക്കും. റോപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും, പർദീസാതൻ അവകാശി വരിക. സംരക്ഷകനാമീശോയെ സ്തോത്രം, മൃതൃക്കയിൽ ജീവൻ തിരുവിഷ്ടം. നമ്മുടെ രക്ഷയ്ക്ക് എഴുന്നള്ളിയ നാഥൻ, നമ്മുടെ ജീവൻ എഴുന്നള്ളും നൂനം. നിൻസ്ലീബായെ നമ്പിയതാമാത്മം, നിൻ വരവിങ്കൽ നിൻ കൃപ കാണേണം. പ്രതിനാശകനെ പ്രാണപ്രദദേവ വന്ദനമീശോ രക്ഷാദായകനേ. വിധിയിൽ നീ കൃപ ചെയ്തിടുവാൻ നിന്നെ നമിക്കുന്ന ആത്മശരീരങ്ങൾ. ആപൽസ്ഥാനം നീങ്ങിയ നിന്നൗക ആനന്ദത്തിൻ തുറമുഖമാർന്നല്ലോ. നിന്നാദത്താൽ ഞാൻ ഉണർവടുയർപ്പിൽ സ്തുതി പാടിയിടേണം. ആപൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃശ്ലീബ പാലമതാകട്ടെ. ജീവനിനാദം കേൾക്കും മൃതലോകം, കല്ലറകൾ നിന്നുയരും സ്തുതിഗീതം. കൃപ ചെയ്യണമേ നിൻ കൃപയാൽ എന്നിൽ ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. അഭിനവ സൂര്യൻ കതിരൊളി വിതറിയിടും, പ്രാണപ്രദനെ മൃദുനിവഹം വാഴ്ത്തും. സഭയും സുതരും പിതൃസുതറുഹായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നതുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ആകാശത്തിലുള്ള മാലാഹമാരും പ്രധാന മാലാഹമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങളും നിന്നെ സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. നിന്നെയും യേശുമിശിഹായ പുത്രനായ കർത്താവേ, വിശുദ്ധ റൂഹായോടെ നിന്നെയും നിന്റെ വലിപ്പത്തോടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവന്റെ പുത്രനും ലോകത്തിന്റെ വാർത്ത വഹിക്കുന്നതിനും വഹിച്ചനുമായ
ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളവേ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്വാത്മാവത്തോടു കൂടിയിരിക്കുന്നവനെ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, വിശുദ്ധരൂഹായോടുകൂടെ ശുമിശിയായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായി കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലവും ഞങ്ങൾ ഇതിനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തി എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. പിതാക്കന്മാരുടെ ദൈവമായ സർവ്വശക്തനായ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിനക്ക് യോഗ്യമാവുന്നു, മഹത്വം നിനക്ക് യുക്തമാവുന്നു. സകലത്തിന്റെ ദൈവവും സത്യത്തിന്റെ പിതാവുമായ നിനക്കും ഏകോപത്തിനും ഞങ്ങളും വിശുദ്ധരൂഹായിക്കും ചേർച്ചയാവുന്നത് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും തന്നെ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകട്ടെ. നിന്റെ സ്നേഹം നിന്റെ ഞങ്ങളുടെ മക്കൾ നിന്നെ ഇറക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു, ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഇനി അർത്ഥമറിയമേ അമ്രാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സാലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹാ മൂലം ദൈവമാതാവായ വിശുദ്ധനെ മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ക്രൂശ് തിരക്കപ്പെട്ട് അക്ഷതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഹൂർത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിൽ പുതുജീവനുമായി നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോർ സോമൻകാൽ സ്ക്രിയലായി സോൻ. തുല്യം നിലരുടെ ആളുകളഹോ ഹല്ലേലൂയ. പൂക്കും തിരുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. വെനോലം വാദാപുലോലം വോൽമീനാമീൻ. മരണമടയുദാസനനിൻ ജീവ
സ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാരുസ്കുറിയേനായിസോൻ. ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസാപാനം ചെയ്തു മൃതരായോരെ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പറക്കോ. ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടും. നയവാന്മാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിയേൽപ്പാനായി പോയിടുന്നു. നിറഞ്ഞിരിക്കുന്നവനെ ദൃഷ്ടിയെ പുതനാക്കാൻ ഉലവാക്കണമേ. ആശ്രയത്തെ കുറിച്ച് മരിച്ചതിന്റെ വരവനെ നോക്കി പാർക്ക നിങ്ങളുടെ മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും മുടിയിലവരെ വസിപ്പിക്കണമേ. വന്നവരും മരിച്ചവരെ ഏർപ്പിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരെന്ന ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് അതിനൊളിച്ചു പറയുമാറാകണമേ. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ സംസ്കാരത്തെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങൾ മരിച്ചവരെയും പുണ്യപ്പെടുത്തുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങൾ കഴിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസന സന്നിധാനത്തിങ്കൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ ആക്കി തീർക്കണമേ. ആവോരോ റോഹക്കാദി ശോശബുലസ് ബാൻലോ. ദൈവദരിനാമം മൗത്തപ്പെടുമാറാവട്ടെ. അഭിവന്യ തിരുവേനി കോർപ്പിസ്കോപ്പാച്ചൻ, വന്ദനായ ജോഷുവാച്ചൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, പ്രിയപ്പെട്ട ജോയ് സാറിൻ്റെ സംസ്കാര ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ചുള്ളത് തികഞ്ഞിരിക്കുന്നു. ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനാധിപൻ അഭിവന്യ യുഹാനന്മാർ പോളികർപ്പോസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃത്യസമയത്ത് തിരുമേനി വളരെ പ്രയാസപ്പെട്ട് ഓടിയെത്തുകയായിരുന്നു. തിരുമേനിയോടുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. ദേവാലയത്തിലെ ചരമപ്രസംഗം നടത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ആദരണീയനായ TJ ജോഷുവാച്ചനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. കോറപ്പിസ്കോപ്പാച്ചന്മാർ, മുൻ ഇടവകയിലെ വികാരിമാരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, മറ്റ് വൈദിക ശ്രേഷ്ഠര്, കോട്ടയം ഭദ്രാസനത്തിന്റെ മുൻ ഭദ്രാസ സെക്രട്ടറി അഭിനന്ദനായ പെരിയൂർ മറ്റത്തിൽ സക്കറിയാച്ചൻ, മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും കുടുംബക്കാർക്ക് വേണ്ടി അറിയിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സഹകരിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ 7:15 മണിക്ക് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുള്ള ക്രമീകരണം ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വത്സലരേ ദൂര
മറിയാം തൻ സോദരനാകും ലോവോ സാർജിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചോൻ നീ ചെന്നപ്പോൾ യായിറോ സുത ജീവിച്ചാൽ മൃതരം യത്തിൽ ജീവിക്കും നിന്ന അതമോടായി നിയമം തള്ളിയ മന്മയെ നീക്കേണ്ട നീ മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോദിയ ബഹുബലവാനാം സ്വർഗീ എൻ സ്തുത്തിൻ ചാതുര്യത്തോടു ഭുവനത്തിൽ മരണനുഖത്തിൽ ബന്ധിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി മേവും നൃപരിൽ പദവികളിൽ നിന്നും ഭീകരരാകും വിധികർ താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനതനുവോടുയിരിന്റുതിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമീ ധൂപ താൻ പ്രധാനമശിഹാനിൻ ദൈവികമാം വലഭാഗ തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടി മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹാലേലൂയ പൂക്കും നിരോ അയലിൽ ബോല